സുഖക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയതാണെന്നറിയാം. ഇപ്പൊ ഫിലിമില്ലല്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ. ഇപ്പൊ പെമ്പിള്ളേര് ഈ കാലിൽ ചരട് കെട്ടുന്നുണ്ട്, കറുത്ത ചരട് കണ്ടിട്ടുണ്ടാ? ഇപ്പൊ ചരട് കെട്ടി നടക്കുന്ന ഇപ്പൊ കാലിൽ ചരട്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. കാരണം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുക. പ്രശ്നം ഇതാ, അവളുടെ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നതാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ന്യൂസ് കിട്ടി. എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേല് ഒരു കാലുമേൽ ചരടണം. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്. അപ്പൊ ആ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. അതാണ്. പിന്നെ ഈ ലെസ്ബിൻസാണ്, സ്വവർഗഭോഗികളുടെ അടയാളമാണ്. ഈ കാലെ ചരട് കെട്ടിയേക്കണത് സ്വവർഗഭോഗികളുടെ അടയാളമാണ്. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല, അറിവില്ലായ്മ. അത് ട്രെൻഡായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അങ്കമാലി എറണാകുളം രൂപതയിലെ പള്ളിയിൽ വരുന്ന ഡ്രസ് കോഡ് ഉണ്ട്. ഡ്രസ് കോഡ് നമുക്കില്ലെന്ന് തോന്നുന്നു. തീർന്നില്ല. അപ്പൊ എന്താണ് ഈ കാലിമ കറുത്തി ചരട് കെട്ടുന്നത്? വിദേശ രാജ്യത്ത് വേശികളാണ് കെട്ടുന്നത്. 2 സുവർഗഭോഗികളാണ്. അപ്പൊ നിനക്ക് എന്നോട് താല്പര്യം, വാ. അതാണ്. പിന്നെ കോൾ ഗേൾസ്. ഇപ്പൊ ഈ 3 തരക്കാരാണ് ഈ കാണുന്നത് കെട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആരെ അക്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ പിള്ളേര് ഈ ഫാഷൻ പ്രമോ ആണല്ലോ, അത് കണ്ടിട്ട് അനുകരിക്കണേണ്. ഇതിന്റെ ഒന്നും അർത്ഥം അറിയാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ആൺപിള്ളേരും. ഈ കാതില് കമ്മലിടില്ലേ, അതും ഇതുപോലെ തന്നെയാണ്. ലെസ്ബിൻസ് ആണ് കാതിലിടുന്നത്. വിദേശത്ത് ഈ സുവർഗഭോഗിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്. നമ്മുടെ പിള്ളേർക്ക് അറിയാൻ പാടില്ല. കാരണം പണ്ട് തുടങ്ങി നമ്മുടെ കാരണവന്മാർ ഇടുമായിരുന്നു, അല്ലെങ്കിൽ കടുക്ക ഇടുമായിരുന്നു. അത് ഭാരതീയ സംസ്കാരമാണ്. അപ്പൊ ഞാൻ ആരെ അക്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, തിരിച്ചറിവ്. കാരണം നമ്മൾ അതൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം, ചിലപ്പോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. നെൽസൺ അച്ഛൻ ഈ ബൈബിൾ കൺവെൻഷനില് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിൾ വ്യാഖ്യാനിക്കണേ. അതാണ് ഡ്രസ് എന്ന് പറഞ്ഞത്, അല്ലാതെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല. ചില പിള്ളേരുണ്ടെന്നേ, നിങ്ങളൊക്കെ വളരെ നീറ്റാണ്ട്. അതെ, നല്ല മിടിക്ക് മാലാക കുഞ്ഞായിട്ട് ഇവിടെ ഇരിക്കണം. നല്ല എല്ലാവരും ഇവിടെ ആരുമില്ല. നമ്മളില്ലേ അങ്ങോട്ട് എറണാകുളത്ത് ചെന്നിട്ടുണ്ടെങ്കിലല്ല, ഇല്ല പണ്ട് തവളനെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തവളയുടെ ഇങ്ങനെ തൊലി ഉലിഞ്ഞുകളെയും തവള മാർക്കിനെ പോലെ ഇരിക്കണത്. ആ ഒരു ഡ്രസ് ഉണ്ടല്ലോ, എന്തെന്നാണ് ലെഗിയോൺ. അതിന്റെ ഡ്രസ്സിന്റെ പേരെന്നാ എനിക്കറിയാൻ പാടില്ല. പാവപ്പെട്ട നെൽസൺ ജോബച്ചനാ ലെഗിയോൺ. അതിന്റെ ലെഗിയോൺ. അത് പിശാചിന്റെ പേരാണ് കേട്ടാ. ഗരസേനയുടെ നാട്ടില് മാർക്കോസ് 5 ലെഗിയോൺ എന്ന് പറഞ്ഞ പിശാചിന്റെ ആണ്. പിശാചിന്റെ പേരാണ്. അങ്ങനെയല്ലേ?